ആരാ വണ്ടിയാണത്? ബോസ് വന്നല്ലോ. തൽക്കാലം മുങ്ങുന്നതാ ബുദ്ധി. ആനയുടെ അണ്ണാക്കിലേക്കാണോ എന്ന് കയറുന്നത്? ബഹുമാനപ്പെട്ട പ്രതാപൻ സാറേ, നമസ്കാരം. എനിക്ക് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ പടം തീർക്കാൻ കാശില്ലാന്ന് നിങ്ങൾ വന്ന് കരയുമ്പം ഞാനിതങ്ങോട്ട് തെരഞ്ഞു തരും. പിന്നെ പണ്ട് സിനിമയിൽ ചാൻസ് തണ്ടി നടന്ന് കിട്ടാത്തതിന്റെ വിഷമം അങ്ങ് മൂക്കുമ്പോ ഇതുപോലെ ഒരുത്തൻ ആക്ഷൻ പറയുമ്പം ഞാൻ അതിന്റെ ഇടയിൽ കൂടെ കയറി അതങ്ങ് തീർക്കും. കിട്ടാനുള്ള കാശ് കിട്ടാൻ അത് ബെസ്റ്റാ. എന്റെ ആക്ഷന് കട്ടു പറയാൻ ഇവിടെ ഒരുത്തനും ആയിട്ടില്ല. എന്റെ സെറ്റിൽ കയറി ഒന്ന് അലമുണ്ടാക്കിയിട്ട് നിനക്കിനി മലയാള ഇൻഡസ്ട്രി കിടന്ന് പൊളയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ബോസേ? എന്റെ പ്രതാപ പോത്ത അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയവനാ ഞാൻ. എന്നെ നീ ടൂർണമെന്റിന് ഇറക്കരുതായിരുന്നു. നീ ഇറക്കി അല്ലേ വിളിക്കണേ? പ്രതാപ് സാറേ, ഞാനും കുറെ പടമൊക്കെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടവന്റെ കാശ് കടം വാങ്ങിച്ച് കീശയിൽ വെക്കും. എന്നിട്ട് ആ കാശ് തിരികെ ചോദിക്കുമ്പോ കാശിയിൽ പോകാൻ പറയും. നിങ്ങളുടെ അളിഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ, അത് 8ആയിട്ട് മടക്കി അങ്ങ് മടിക്കുത്തിന്റെ താഴെ വെച്ചാ മതി. ഇതേ മുതല് വേറെ. ഇനി ഫോൺ എടുക്കാത്തവന്മാർക്ക് കുനിച്ചെറുതി ഇടിയ. അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. അതാണ് ബോസ്. നീയൊക്കെ ആരായാലും ഇറങ്ങി പോടാ എന്റെ സെറ്റിൽ നിന്ന്. മലയാള സിനിമയിൽ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ കാശില്ലാതെ തെണ്ടി ഞൊണ്ടി നടന്ന നിന്നെ കയ്യിലെ കാശ് തന്ന് ഇതുപോലെ നിവർന്നു നിൽക്കാൻ ആളാക്കിയ എന്നെ നീ റാവരപ്പിച്ചു. തന്ന കാശ് തിരിച്ചു ചോദിക്കുമ്പോ ഈ ജാതി ഉടായ്പ് പഞ്ച് ഡയലോഗായിട്ട് വന്നാലുണ്ടല്ലോ, ഉള്ളംകാലി മുള്ളാണിയടിച്ച് നടുറോട്ടിലിട്ട് ഇലുവരപ്പിക്കും ഞാൻ. മനസ്സിലായോ? உனக்கு பொண்டாட்டி குழந்தைகளை பார்க்கணும்னா மரியாதையா பணத்தை திருப்பி கொடுத்துரு. மவனே கொலகாண்ட்ல இருக்க, கொல்லாம விட மாட்டேன். ആരാടാ ഈ പടത്തിന്റെ ഡയറക്ടർ? ഞാനാണ് സാർ. അവനെടുത്ത് വണ്ടിയിൽ ഇങ്ങോട്ട് വാടാ. ഇവന്റെ ലാസ്റ്റ് പടം. ഇങ്ങോട്ട് പോരാ. അവന്റെ തൊപ്പി, തൊപ്പിയില്ലാതെ ഡയറക്ഷൻ വരില്ല. Hi friends, my hearty welcome to you all. All of you please bless my daughter, my pretty jewel. Happy birthday to you. Happy birthday to you. Happy birthday to That's the time for the dinner. Please enjoy. അങ്കിൾ എന്നെ കേക്ക് കിട്ടിയാൻ വരാഞ്ഞേ? കേക്ക് കിട്ടിയത് ആഘോഷിക്കാൻ പറ്റിയ സമയം. ഒരു വരുത്തം വന്ന് മാനം കപ്പൽ കയറ്റിയ ദിവസാ. നമ്മുടെ സെറ്റിൽ കയറി ഒന്ന് ഷൈൻ ചെയ്ത് പോയിട്ടുണ്ടേ, അവനെ ഒന്ന് പൂട്ടണമല്ലോ അച്ചായ. അവനെ പൂട്ടാനുള്ള പൂട്ട് ദാ വരുന്നുണ്ട്. I'm in a birthday party. I'll get back to you tomorrow. Okay. തനിക്കിന്ന് കിട്ടിയ പണി നാട്ടിൽ മൊത്തം പാട്ടാണല്ലോ. എങ്ങനെ പാട്ടാവാതിരിക്കും? ഇതിപ്പോ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വന്നിട്ടുണ്ടാവും.
ഡയറക്ടർ ആക്ഷൻ പറഞ്ഞ സമയത്തല്ല അവൻ കയറി ഒന്ന് കൊളാക്കിയത്. അതും ഒടുക്കത്തെ സിനിമ ഡയലോഗും. അത് ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ സൂപ്പർ ഹിറ്റ് ആയെന്നെ. ഞാനൊന്നും മിണ്ടാതിരിടൂ. ഇനി എന്താ പ്ലാൻ? അവനെ പൂട്ടണം സാറേ. പ്രതാപവർമ്മയുടെ സെറ്റിൽ കയറി വന്ന് തലവഴിത്തരം കാണിച്ച തിരിച്ചു കിട്ടുന്ന പണിയുടെ സുഖം എന്താണെന്ന് അവനും അറിയണം. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇമേജാ ആ പന്ന വന്ന് നശിപ്പിച്ചിട്ട് പോയത്. എന്തൊക്കെയായിരുന്നു പ്രതാപവർമ്മ. എടോ, കഴിഞ്ഞ 3 വർഷമായിട്ട് ഫേസ്ബുക്കിൽ മാത്രമല്ലേ തന്റെ പടത്തിന് കളക്ഷൻ ഉള്ളൂ. എന്നിട്ട് അയാളുടെ ഒരു ഇമേജ്. മിണ്ടിയ തന്നെ ചേർത്ത് കൊളുത്ത് ഞാൻ. സർ ഐസാക്, നാളെ ഒരുത്തനും ഒന്ന് പൊക്കണം. ഒരു ബോസ്. ഡീറ്റെയിൽസ് എൻ്റെ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തോ? ഓക്കെ സർ, ഐ വിൽ ഡു ഇറ്റ്. എന്താണ് സർ ചാർജ് ചെയ്യേണ്ടത്? ചാർജ് ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ സർ. സാറേ, എന്താ പൂട്ട്? മണി ലോണ്ടറിംഗ് ആക്ട് വയലേഷൻ. എന്താ? താൻ എവിടത്തെ പ്രൊഡ്യൂസറാടോ? എടോ, ഓപ്പറേഷൻ കുബേര. യെസ്, ഇവന്റെ കാര്യത്തിൽ ഓപ്പറേഷൻ ഷൈലോക്ക്. ഇവനാണ് ആള്. ബോസ് എന്നും ഷൈലോക്ക് എന്നും ആളുകൾ ഇവനെ കുറിച്ച് പറയുമെങ്കിലും ഇവന്റെ യഥാർത്ഥ ഊരോ പേരോ ആർക്കും അറിയില്ല. 2016 മുതൽ മലയാള സിനിമയുടെ അപ്രഖ്യാപിത ദൈവമാണിവൻ. ഷൈലോക്കോ? അതെന്താ സാറേ? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ പലിശക്കാരൻ. ഷേക്സ്പിയറിന്റെ രചനയാണ്. അതുകൊണ്ട് സിനിമാക്കാർ അവനിട്ട പേരാണ് ഷൈലോക്ക്. പൈസ ഇല്ലാതെ ഷൂട്ട് ഉണങ്ങി കിടക്കുന്ന സിനിമാ പ്രൊഡ്യൂസർമാരുടെ കൺകണ്ട ദൈവം. ഇത് ബാലകൃഷ്ണ പണിക്കർ, മലയാളത്തിലെ ഒരു പഴയ പ്രൊഡ്യൂസറാണ്. ഇയാളുടെ ലാസ്റ്റ് സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ കാശ് നൽകിയാണ് ബോസ് കളി തുടങ്ങുന്നത്. അവസാനം കൊടുത്ത കാശ് തിരിച്ചു നൽകാൻ കഴിയാതെ വന്നപ്പോൾ ബോസ് അവനെ പിടിച്ച് മാനേജരും ആക്കി. ഇത് ഗണപതി, ബാലകൃഷ്ണ പണിക്കരുടെ ഡ്രൈവറായിരുന്നു ഇവൻ. പണിക്കർ ബോസിന്റെ കൂടെ കൂടിയ ശേഷം ഇവൻ ബോസിന്റെ ഡ്രൈവറായി. ഇപ്പൊ ഇവർ രണ്ടുപേരുമാണ് ബോസിന്റെ ലെഫ്റ്റും റൈറ്റും. അപ്പോ ഇവന്മാരെ പൊക്കി പോരെ സാറേ? ഈ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അവന്മാർക്കും അറിയില്ല. പിന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കാന്നുള്ള ഡയലോഗ് പറയാനായിട്ട് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട കാര്യം എനിക്കില്ലല്ലോ. അല്ല സാർ, ഇയാൾക്കെതിരെ ഇപ്പൊ എന്താ പരാതി? കൊടുത്ത കാശ് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ പണിക്കരുടെ അവസ്ഥയെ ഇവിടുത്തെ പല പ്രൊഡ്യൂസേഴ്സിലും. പലരുടെയും കാറും വീടും സ്ഥലവും ഒക്കെ ഇപ്പൊ ഇയാളുടെ കയ്യിലാണ്. പക്ഷെ ആരും ഇതുവരെ പരാതി ഒന്നും തന്നിട്ടില്ല. പ്രൊഡ്യൂസർമാരുടെ കൺകണ്ട ദൈവം ഇപ്പൊ കാലനാണ്. സാറേ, അപ്പൊ നമ്മൾ കാലനെ പൊക്കാനാണല്ലേ പോകുന്നത്?